എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ശുഭചിന്ത: അകക്കാമ്പിൽ വിശുദ്ധിയുള്ളവരെ ആർക്കും ഒരു വിധത്തിലും തോൽപ്പിക്കാനാവില്ല. തൊലിപ്പുറത്ത് മാത്രമാണ് ദിവ്യലക്ഷണങ്ങൾ ഉള്ളതെങ്കിൽ അഗാധമേൽക്കുമ്പോൾ പുറന്തോട് പൊളിഞ്ഞ് യാഥാർത്ഥ്യം പുറത്തു വരും. കുളിർമ നൽകുന്ന കാര്യങ്ങൾ മാത്രം സംഭവിക്കുമ്പോൾ എല്ലാവരും ആത്മസംതൃപ്തിയും സ്വയം നിയന്ത്രണവുമുള്ളവരായിരിക്കും. തങ്ങൾക്കു ലഭിക്കുന്ന ആനന്ദാനുഭൂതികൾക്കനുസരിച്ച് ആത്മഹർഷത്തോടെ പെരുമാറും. അവഹേളനമോ പ്രതിഷേധമോ തിരസ്കരണമോ നേരിടേണ്ടി വന്നാൽ അപ്പോഴറിയാം ഉള്ളിലുള്ളതെന്തെന്ന്. സ്വയം നിയന്ത്രണശേഷിയുടെ അളവ് പരിശോധിക്കാൻ ചില ചോദ്യങ്ങൾ സ്വയം ചോദിച്ചാൽ മതി. എപ്പോഴൊക്കെയാണ് പ്രകോപിതനാകുന്നത്? ആരുടെയൊക്കെ മുൻപിലാണ് അതൃപ്തി പ്രകടിപ്പിക്കുന്നത്? പദവിയോ പ്രവൃത്തിയോ ചോദ്യം ചെയ്യപ്പെട്ടാലുള്ള പ്രതികരണം എങ്ങനെ? അപമര്യാദയായി പെരുമാറുന്നവരുടെ എങ്ങനെ നേരിടും? മനസ്സ് നിയന്ത്രണാതീതമായാൽ ഉപയോഗിക്കുന്ന വാക്കുകളും ചെയ്യുന്ന കാര്യങ്ങളും എന്തൊക്കെ? ഒരു കാരണവശാലും മനോനില തകരാത്തവർക്കാണ് വഴികാട്ടിയാവാനുള്ള അവകാശം. എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ. എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.